മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫ് വ്ളോഗാണ്. ഡേ ഇൻ മൈ ലൈഫ് എന്ന് വെച്ചാൽ ഒരു സൺഡേ വ്ളോഗാണ്. യൂഷ്വലി ഞാൻ സൺഡേസും സാറ്റർഡേസും ഒക്കെ എൻ്റെ ഫ്രണ്ടിൻ്റെ ഫ്ലാറ്റിലാണ് ഉണ്ടാവാറ്, അച്ഛൻ്റെ അടുത്ത്. പക്ഷെ അച്ഛൻ നാട്ടിൽ പോയതുകൊണ്ട് ഇന്ന് ഞാൻ റൂമിൽ തന്നെ ആയിരിക്കും. അപ്പോൾ ഇന്ന് പ്രത്യേകിച്ച് കാര്യമായിട്ട് ചെയ്യാനൊന്നുമില്ല. പക്ഷെ എൻ്റെ ഒരു മോർണിംഗ് റൂട്ടീനും ഞാൻ എന്തൊക്കെയാണ് ചെയ്യുന്നത്. പിന്നെ ഞാനിപ്പോൾ ഒരു ഡയറ്റ് പ്ലാനിൽ ചേർന്നിട്ടുണ്ട്. ഇപ്പോൾ ഓൾമോസ്റ്റ് 1 മന്ത് കഴിഞ്ഞു. ഇപ്പോൾ 2nd മന്ത് സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പോൾ അതിന് വേണ്ട ഫുഡൊക്കെ ഞാൻ തന്നെയാണ് കുക്ക് ചെയ്യുന്നത്. കെറ്റിൽ വെച്ചിട്ടും ചെയ്യും, കെറ്റിൽ പറ്റാത്ത സാധനങ്ങൾ മുകളിൽ പോയിട്ടും ചെയ്യും. മുകളിൽ നമുക്കൊരു കുക്കിംഗ് ഏരിയ ഉണ്ട്. അപ്പം കുക്ക് ചെയ്യുക. പിന്നെ ഞാൻ എന്താണ് യൂഷ്വലി ചെയ്യാറ്, പിന്നെ ഇപ്പം ഇവിടെ ക്രിസ്മസ് ആയിക്കഴിഞ്ഞാൽ ഫുള്ള് ഡെക്കോറായിരിക്കും, ഡെക്കറേറ്റ് ചെയ്യും മാളൊക്കെ. അപ്പോൾ ഈവനിങ് വേണമെങ്കിൽ ഒന്ന് പുറത്തേക്ക് പോകാമെന്ന് വിചാരിക്കുന്നുണ്ട്, അറിയില്ല, മൂഡനുസരിച്ചായിരിക്കും. ഗൈസ്, ആരെങ്കിലും പറയുന്നത് കേട്ടിട്ടുണ്ടോ ബാംഗ്ലൂരത്തെ ഇപ്പോഴത്തെ ക്ലൈമറ്റിനെ പറ്റി? നല്ല തണുപ്പാണ്. തണുപ്പ് എന്നൊക്കെ പറഞ്ഞാൽ ഇപ്പം ഫുള്ള് ഡ്രൈ സ്കിന്നാണ്. എൻ്റെ മുഖം എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര ഇങ്ങനെ ഓയിലി ആയിട്ട്, നമ്മൾ നാട്ടിൽ നിന്നൊക്കെ ഇങ്ങനെ ആക്കുമ്പോൾ കയ്യിൽ ഫുൾ ഓയിലായിരിക്കും. ഇപ്പോൾ കണ്ട കൈയൊക്കെ കണ്ട ഡ്രൈ ആയിട്ട് മറ്റേ വെളുത്തു എന്ന് പറയുന്ന പോലെയാണ് കൈ, കാല്, മുഖം. എന്താന്ന് ചോദിച്ചാൽ അറിയില്ല. പകല് ഇപ്പം വെയിലുണ്ട്, ഇപ്പം നല്ല വെയിലുണ്ട്. പക്ഷെ ആ വെയിലിന് പോലും നല്ല തണുത്ത വെയിലാണ്. ശരിക്കും പറഞ്ഞാൽ ബാംഗ്ലൂർ ഇതുവരെ വരാത്തവരാണെങ്കിൽ ശരിക്കും പറ്റിയ ടൈം ഇതാണ്. നമുക്ക് ആ ഒരു ക്ലൈമറ്റ് ആസ്വദിക്കണമെങ്കിൽ ബാംഗ്ലൂർ വിസിറ്റ് ചെയ്യുക ഈ ടൈമിൽ. എല്ലാവരും പറഞ്ഞേക്കാം ഭയങ്കര മറ്റേ ക്ലൗഡ് ബെഡ്സൊക്കെ കാണാൻ പറ്റും ഏർലി മോർണിംഗിന്. പക്ഷെ നമ്മളിങ്ങനെ ഏർലി മോർണിംഗ് എണീക്കാറില്ലല്ലോ, അതുകൊണ്ട് എനിക്ക് അതിനെപ്പറ്റി വലിയ ധാരണയില്ല. അപ്പോൾ അത്രയേ ഉള്ളൂ ഗൈസ്. അപ്പം നമുക്ക് ഇന്നത്തെ കുക്കിങ്ങിലേക്ക് കിടക്കാം. എനിക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം. അപ്പം ഞാനിപ്പം റൈസ് ഒരു നേരം മാത്രമേ കഴിക്കാറുള്ളൂ, മാക്സിമം ഒഴിവാക്കാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പം അതിന് പകരം മില്ലറ്റ്സിൻ്റെ പുട്ട്, ഉപ്പുമാവ്, ഇല്ലെങ്കിൽ റാഗി ഉപ്പുമാവ്, ഇല്ലെങ്കിൽ നമ്മളെ മറ്റേ ബ്രോക്കൺ ഗോതമ്പില്ലേ, മുറുക്ക് ഗോതമ്പ്, അതിൻ്റെ ഉപ്പുമാവ്, അങ്ങനെയൊക്കെയാണ് കഴിക്കുന്നത്. അപ്പം ഞാനിപ്പോൾ ഉണ്ടാക്കാൻ പോകുന്നത് മുറുക്ക് ഗോതമ്പായിരുന്നു. ഇതെല്ലാം ഇപ്പം നമുക്ക് പൊടികൾ കടയിൽ നിന്ന് കിട്ടും. അപ്പം നമുക്ക് എളുപ്പമായി ഉണ്ടാക്കാനും എളുപ്പമാണ് കെറ്റിലൊക്കെ. അതുകൊണ്ട് ഞാനിപ്പോൾ ഇങ്ങനത്തെ ഒക്കെ ഉണ്ടാക്കിയിട്ടാണ് കഴിക്കുന്നത്. പിന്നെ യൂഷ്വലി ഒരു അമല കഴിക്കാൻ നോക്കും ഡെയിലി. ഗൈസ്, അപ്പോൾ എൻ്റെ ഫുഡ് കഴിച്ച് കഴിഞ്ഞു, ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ കഴിച്ച് കഴിഞ്ഞു. അപ്പം അടുത്ത പരിപാടി പറയുന്നത് എനിക്കൊരു ഗുളിക കഴിക്കാനുണ്ട്. ഇപ്പം ഞാൻ പറഞ്ഞ പോലെ ഞാനിപ്പോൾ ഒരു ഹോർമോണൽ ഇംബാലൻസ് ഉള്ളതുകൊണ്ട് ഞാനൊരു ഡോക്ടറെ കൺസൾട്ട് ചെയ്യുന്നുണ്ട്. അപ്പം 3 മന്ത്സ് ഗുളിക കഴിക്കാൻ പറഞ്ഞിട്ടുണ്ട്. കാലത്ത് ഒരു ഗുളികയുണ്ട്, നൈറ്റ് ഒരു ഗുളികയുണ്ട്. അപ്പം രാവിലത്തെ പരിപാടീസൊക്കെ കഴിഞ്ഞു. ഇനി നമുക്ക് ഇന്ന് ഹെയർ വാഷ് ഡേ ആണ്. ഞാനൊരു വീക്ക്ലി 2 ഒക്കെ ആണ് ഇപ്പോൾ തല കഴുകാറ്. ഗുളിക കഴിക്കുന്നതിൻ്റെ സൈഡ് എഫക്റ്റ് ആണോ എന്നറിയില്ല. എനിക്ക് മുടി കുറച്ച് നല്ലോണം കൊഴിയുന്നുണ്ട്. അപ്പോൾ എനിക്കിനി ഒന്ന് സ്കിന്നിൻ്റെ ഡോക്ടറെ അടുത്ത് പോകണം. സ്കിന്നിൻ്റെ ഡോക്ടർ എന്നല്ല, ഏതെങ്കിലും ഒരു ഡോക്ടറെ അടുത്ത് പോയിട്ട് ഒന്ന് നോക്കണം. അപ്പോൾ ഞാൻ വിചാരിക്കുന്നത് നമുക്കിന്ന് തല കഴുകാമെന്നാണ്. അപ്പം പിന്നെ ഞാൻ ഇതിൽ ഭയങ്കര ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നില്ല, കാരണം ഓൾറെഡി ഒരു ഹെയർ കെയറിൻ്റെ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്. എങ്ങനെയാണ് എൻ്റെ മുടി ഇത്ര പെട്ടെന്ന് വളരുന്നതെന്നും എന്തോരം തിക്നെസ് വരുന്നത്, ഈ തിക്നെസ് എങ്ങനെയാണ് ഞാൻ മെയിൻറ്റെയിൻ ചെയ്യുന്നതെന്നൊക്കെ ഉള്ളൊരു വീഡിയോ ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. വേണമെങ്കിൽ ഞാൻ വീഡിയോയുടെ ലിങ്ക് ഞാനിവിടെ മുകളിൽ ഷെയർ ചെയ്യാം, ഇല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എടുക്കാം, അല്ലെങ്കിൽ എൻ്റെ അക്കൗണ്ട് എടുത്ത് നോക്കിയാലും മതി. അതുകൊണ്ട് ഞാൻ ഭയങ്കര ഡീറ്റെയിൽ ആയിട്ടൊന്നും കാണിക്കുന്നില്ല. ഞാൻ ഈ ഹെയർ കെയറിൻ്റെ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് ഞാൻ ഫുൾ ഡീറ്റെയിൽ ആയിട്ട്, അതായത് നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ എണ്ണ ഇടുന്നത് തൊട്ട് കുളിച്ച് കഴിഞ്ഞിട്ട് ഞാൻ എങ്ങനെ കെയർ ചെയ്യുന്നതെന്നൊക്കെ ഞാൻ അതിൽ വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ വേണ്ടവർ ആ വീഡിയോ ചെക്ക് ചെയ്ത് നോക്കുക. പിന്നെ മുഖത്ത് എന്തെങ്കിലും ഒരു പാക്ക് ഇട്ട് ഇരിക്കും. ഇപ്പം ഞാൻ കുറച്ച് നാളായിട്ട് തുടങ്ങിയ ശീലമാണ്. ഇപ്പോൾ ഇവിടെ വിൻ്റർ സീസൺ ആയതുകൊണ്ട് ഭയങ്കര ഡ്രൈ ആണ്. ഞാൻ പറഞ്ഞ പോലെ ബോഡി ആയാലും കാല്, കൈ, ഫേസ് ഫുൾ ഭയങ്കര ഡ്രൈ ആണ്. അപ്പം ഞാനിപ്പം
ഈ ഒരു ഇത് യൂസ് ചെയ്യുന്നുണ്ട്, മറ്റേ നാൽപ്പാമരാതി തൈലം യൂസ് ചെയ്യുന്നുണ്ട്. പക്ഷെ ഇത് ചിലപ്പോൾ ഈ ആക്നെ പ്രോൺ സ്കിൻ ആയതുകൊണ്ട് ചിലപ്പോൾ ഫേസിന് അത് പറ്റണം എന്നില്ല. അതുകൊണ്ട് ഞാൻ ഇതുവരെ അത് ഫേസിലേക്ക് യൂസ് ചെയ്ത് നോക്കിയിട്ടില്ല. പക്ഷെ ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് ഞാൻ യൂസ് ചെയ്ത് നോക്കിയിട്ടുണ്ട്. ഫേസിൽ ഞാൻ യൂസ് ചെയ്തിട്ടില്ല. അതുകൊണ്ട് എനിക്ക് അത് എത്രത്തോളം വർക്കാവുമെന്ന് അറിയില്ല. ഓൾറെഡി ഇപ്പോൾ കുറേ പിമ്പിൾസ് ഉള്ളതുകൊണ്ട് എനിക്ക് ഇതും കൂടി വെച്ചൊരു റിസ്ക് എടുക്കാൻ വയ്യ. അപ്പോൾ അതൊക്കെ ഇട്ട് നമുക്കിനി കുളിച്ചിട്ട് കാണാം ഗൈസ്. അങ്ങനെ അപ്പോൾ എൻ്റെ കുളിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ ഇനി പോയി ഫുഡ് എടുത്തുകൊണ്ടിരാൻ വിചാരിക്കുന്നു. പിന്നെ ചിക്കൻ കറിയാന്ന് തോന്നുന്നു. പിന്നെ ഞാൻ കേടും ആഡ് ചെയ്യും, പ്രോബയോട്ടിക് ആയതുകൊണ്ട്. അപ്പോൾ ഞാൻ വേറൊരു സാധനം കൂടി ഉണ്ടാക്കാൻ വെച്ചിട്ടുണ്ട്. ഞാൻ വെണ്ടക്ക വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ചോദിക്കുന്ന വെണ്ടക്ക ഉപ്പേരി പോലെ ആവില്ല, പക്ഷെ ഒരു എന്താ പറയുക, മൊളീഷൻ എന്നൊക്കെ പറയും. നിങ്ങളുടെ അടുത്ത് എന്താ പറയുക എനിക്കറിയില്ല. ഇതാണ് ഗൈസ് ഫുഡ്. ചോറ് ഞാൻ മേളിൽ എടുത്തു. ഇത് പിന്നെ ഇവരുടെ ചിക്കൻ കറിയാണ്. ഇതൊരു നോർത്ത് ഇന്ത്യൻ സ്റ്റൈലായിരിക്കും ഉണ്ടാവുക. നല്ല ടേസ്റ്റാണ്. നമ്മുടെ സ്റ്റൈലല്ല, ഇങ്ങനെ എന്താ പറയുക, മേത്തി ലീവ്സ് ഒക്കെ ഇട്ടിട്ട് വേറെ തന്നെ ഒരു നോർത്ത് ഇന്ത്യൻ ടേസ്റ്റാണ്. നല്ല രസമാണ്. പിന്നെ ഇത് ഉപ്പേരി ഞാൻ ഉണ്ടാക്കി. ഉപ്പേരി അല്ല, മറ്റേ മെഴുക്ക് വരട്ടി പോലെ ഉണ്ടാക്കി. പിന്നെ കേട് എടുത്തിട്ടുണ്ട്. കേട് എൻ്റെ ഡയറ്റീഷ്യൻ പറഞ്ഞിട്ടാണ് ഞാൻ എടുത്തത്. അപ്പോൾ കുറച്ച് ചിക്കൻ കറി ഞാൻ കൂട്ടും, ബാക്കി ഞാൻ നാളെ എടുക്കും. അപ്പോൾ പണി എളുപ്പമായല്ലോ. അപ്പോൾ കുറച്ച് കറി എടുത്തിട്ട് കുറച്ച് കറി ഞാൻ മാറ്റി വെക്കും. ഇങ്ങനെയാണ് ഞാൻ കഴിക്കാറ്. പിന്നെ ചോറിൻ്റെ ക്വാണ്ടിറ്റി ഇന്ന് കുറച്ച് കൂടിപ്പോയി. കാരണം കാലത്ത് ഞാൻ ഉണ്ടാക്കിയ ഉപ്പുമാവ് കുറച്ച് ഫ്ലോപ്പായിരുന്നു. കുറച്ച് വെള്ളം കൂടിപ്പോയി, പായസം പോലെ ആയി. മറ്റേ നമുക്ക് വേണമെങ്കിൽ കേസരി സിറൊക്കെ ഉണ്ടാക്കുന്ന ഒരു പരുവത്തിലായിക്കൊണ്ടായിരുന്നു. പിന്നെ രാവിലത്തെ ഫുഡ് ഭയങ്കര കുറവായിരുന്നു. പിന്നെ മിഡ് സ്നാക്ക് കഴിക്കണമായിരുന്നു, അതൊന്നും കഴിച്ചില്ല, മറന്നുപോയി. അപ്പോൾ അതെല്ലാം നമുക്ക് ഇതിൽ കോമ്പൻസേറ്റ് ചെയ്യാൻ വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് മെഴുക്ക് വരട്ടിയും ചിക്കനും വെണ്ടയ്ക്കയും എല്ലാം എടുത്തിട്ട് നമുക്കൊരു പിടിക്കാം. പിന്നെ ഞാൻ കേടിൽ ഞാൻ ഉപ്പിട്ടിട്ടില്ല, കാരണം എനിക്കങ്ങനെ ഉപ്പിടണം നിർബന്ധമില്ല. കേട് ഉപ്പിലാണ്ട് കഴിക്കാനാണ് ഇഷ്ടം. അപ്പം ഞാൻ കഴിച്ചിട്ട് വരാം. സമയം ഇപ്പോൾ 4 o'clock ആയിട്ടുണ്ട്. ഞാൻ വെറുതെ ഫുഡെല്ലാം കഴിച്ച് ജസ്റ്റ് ഒന്ന് സിനിമ ഒക്കെ കണ്ടിങ്ങനെ കിടന്നു. അപ്പോൾ ഇന്നിനി പ്രത്യേകിച്ച് ഒന്നും ചെയ്തിട്ടില്ലെങ്കിൽ ഈ വ്ളോഗ് നല്ല ബോറായിരിക്കും. അതുകൊണ്ട് നമുക്കൊന്ന് പുറത്ത് പോയിട്ട് വരാം. ഇവിടെ അടുത്ത് നെക്സസ് കോരമംഗള ക്രിസ്മസിൻ്റെ ഡെക്കോസൊക്കെ ചെയ്തിട്ടുണ്ടെന്നാണ് ഞാൻ അറിഞ്ഞത്. അപ്പോൾ നമുക്ക് ജസ്റ്റ് പോയിട്ട് അതൊക്കെ നോക്കിയിട്ട് വരാം. അതിന് മുന്നേ എനിക്കൊന്ന് മുടി ഒന്ന് ഉണക്കണം, ബ്ലോ ഡ്രൈ ബ്രഷ് വെച്ചിട്ട്. അത് ഉണക്കി കഴിഞ്ഞ് ഡ്രസ്സൊക്കെ ചെയ്തിട്ട് നമുക്ക് നെക്സസ് കോരമംഗള പോകാം ഗൈസ്. ഇല്ലെങ്കിൽ ബോറടിക്കും ഈ വ്ളോഗ്. കാര്യമായിട്ട് ഒന്നും ഉണ്ടാവില്ല. രാവിലെ എണീക്കുന്നു, ഫുഡ് കഴിക്കുന്നു, കിടക്കുന്നു, വീണ്ടും കുക്ക് ചെയ്യുന്നു, ഫുഡ് കഴിക്കുന്നു, കിടക്കുന്നു, ആ ഒരു തന്നെ ആയിരിക്കും. അപ്പോൾ നമുക്കൊരു വെറൈറ്റിക്ക് നമുക്ക് പുറത്ത് പോയിട്ട് വരാം. എൻ്റെ മേക്കപ്പ് കഴിഞ്ഞിട്ടുണ്ട്. മേക്കപ്പ് ഒന്നുമില്ല, ഞാൻ ജസ്റ്റ് സ്കിൻ കെയർ ചെയ്തു, ലിപ്സ്റ്റിക് ഇട്ടു, ബ്ലഷ് ഇട്ടു, കണ്ടെയ്നർ, അത്രേ ഉള്ളൂ ഗൈസ്. നമുക്ക് ഡ്രസ്സ് മാറിയിട്ട് വരാം ഗൈസ്. അപ്പം ഞാനങ്ങനെ റെഡി ആയിട്ടുണ്ട്. അപ്പം നമുക്ക് വേഗം ഇറങ്ങാം. ഓൾറെഡി ഇപ്പം തന്നെ ലേറ്റായി. അധികം ലേറ്റ് ആവുന്നവരെ നിൽക്കാനും പറ്റില്ല, കാരണം ഞാൻ തനിച്ചല്ലേ ഉള്ളൂ. അപ്പം വരുമ്പോൾ ഒക്കെ ലേറ്റ് ആവാൻ പറ്റില്ല. സോ നമുക്ക് ഇപ്പം തന്നെ ഇറങ്ങാം. ഞാൻ ഊബറിന് വെയിറ്റ് ചെയ്തിരിക്കാം. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് കാണിച്ചു തരാം ഗൈസ്. ഇതാണ് ഗൈസ് എൻ്റെ ഔട്ട്ഫിറ്റ്. എങ്ങനെയുണ്ട്? ഇതൊരു സ്ലിറ്റ് ഇല്ലാത്തൊരു ടൈപ്പ് ഓഫ് ഡ്രസ്സാണ്. ഞാൻ ഊബറിനാണ് പോയത് ഗൈസ്. എനിക്ക് 2 കിലോമീറ്ററേ ഉള്ളൂ കോരമംഗലക്ക്. അപ്പോൾ പോയപ്പോൾ തന്നെ നല്ല ക്രൗഡ് ഉണ്ടായിരുന്നു. കാരണം ഈ ക്രിസ്മസ് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു ഫെസ്റ്റിവലാണല്ലേ. എന്തോരാണെന്നറിയാം അവർ ഡെക്കറേറ്റ് ചെയ്ത്, ഓരോ മുക്കും മൂലയും അവർ ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഈ ട്രീ ആയിരുന്നു. എനിക്ക് വരാനേ തോന്നിയിട്ടുണ്ടായില്ല റൂമിലേക്ക്. ഹലോ ഗായ്സ്, അപ്പം അങ്ങനെ ക്രിസ്മസിൻ്റെ ഡെക്കറേഷൻസ് ഒക്കെ കണ്ട് ഞാൻ റൂമിൽ തിരിച്ചെത്തി. ഞാൻ പുറത്ത് എപ്പോൾ പോയാലും എൻ്റെ കയ്യിൽ നിന്ന് പോകുന്ന പൈസക്ക് ഒരു കണക്കില്ല ഗൈസ്. ഞാനൊന്നും വാങ്ങൂല വിചാരിച്ചിട്ടാണ് പോയത്. ഞാനൊരു വാച്ച് വാങ്ങിച്ചു കാസിയോടെ. ഞാൻ ആക്ച്വലി അവിടെ ഒരു ഓഫർ ഉണ്ട് എന്ന് പറഞ്ഞിട്ടാണ് പോയത്. അപ്പോൾ എനിക്ക് വേണ്ടത് വേറൊരു മോഡലായിരുന്നു, പക്ഷെ അതിൻ്റെ സിൽവർ ഉണ്ടായിരുന്നു. പിന്നെ കയ്യിലിട്ട് നോക്കിയപ്പോൾ നല്ല ഭംഗിയുണ്ടായിരുന്നു.
ആ അപ്പോൾ ഞാൻ എടുത്ത വാച്ച് 3100 3200 അങ്ങാനായിരുന്നു. അപ്പോൾ ഞാൻ വേണ്ട പറഞ്ഞു. അപ്പോൾ ഒരു പുള്ളി പറഞ്ഞു ഇതിപ്പോൾ ഓഫർ നടന്നുകൊണ്ടിരിക്കുകയാണ്, എത്രയോ % ഓഫർ ഉണ്ട്, അപ്പോൾ ഓഫറെല്ലാം കഴിഞ്ഞിട്ട് അത് 1600 എനിക്ക് കിട്ടി. അപ്പോൾ ഞാൻ ഓക്കെ എടുത്തു. കാരണം എനിക്കൊരു ഞാൻ വാങ്ങിച്ചത് സിൽവറായിരുന്നു, സിൽവർ വാച്ചാണ് വാങ്ങിച്ചത്. അങ്ങനെ അത് വാങ്ങിച്ചു. പിന്നെ ഞാൻ ടിറയിൽ കയറി. എനിക്കൊരു മറ്റേ കോസാറക്സ് സ്നെയിൽ മ്യൂസിയം യൂസ് ചെയ്യാൻ കൊള്ളാമെന്നുണ്ട്. കാരണം ഇപ്പോൾ ഭയങ്കര ഡ്രൈ എന്ന് പറഞ്ഞാൽ ഡ്രൈനെസ് അതിൻ്റെ പീക്കാണ്. അപ്പോൾ ആ ഒരു ഇത് യൂസ് ചെയ്താൽ കുറച്ചുകൂടി മോയ്സ്ചറൈസിങ് ചെയ്യും എന്ന് പറയുന്നത് കേട്ടു. അപ്പോൾ അത് വാങ്ങാൻ പോയതായിരുന്നു. അപ്പോൾ ആ പ്രൊഡക്റ്റ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു, അതുണ്ടായില്ല. അപ്പോൾ അവരെനിക്കൊരു നമ്മൾ ഫസ്റ്റ് ടൈം അല്ല നമ്മളിപ്പോൾ എന്തോ ഒരു സെയിൽ നടക്കുന്നുണ്ട്. അപ്പോൾ നമ്പറും അടിച്ചു കൊടുത്ത് പേരും അടിച്ചു കൊടുത്താൽ നമുക്ക് ഇങ്ങനെ ഒരു ഗുഡി കിട്ടും ടിറേരെ. ഭയങ്കര ഗ്രാമ കുറഞ്ഞുണ്ടെങ്കിലും ഇതാണ് ഗൈസ് എനിക്ക് കിട്ടിയത്. ഇത് ഞാൻ അവരെന്നെ പറ്റിച്ചു ഗൈസ്. ഇതെന്തിനാണ് എനിക്ക് എസ്റ്റീ ലോഡറിൻ്റെ ആണ്, അഡ്വാൻസ്ഡ് നൈറ്റ് റിപ്പയർ. ഇതെന്തിനാണ് ഒരു ദിവസം തേച്ചിട്ട് എനിക്ക് തേങ്ങയാണ് ഉണ്ടാവുമോന്നെ. ഓക്കെ, അപ്പം അങ്ങനെ അത് വാങ്ങിച്ചു. പിന്നെ മിനിസോയിൽ കയറിയിട്ടുണ്ടായിരുന്നു. മിനിസോന്ന് 2-3 സാധനങ്ങൾ വാങ്ങിച്ചു. ഇങ്ങനത്തെ ഒരു ടിഷ്യൂ ബോക്സ്, പിന്നെ ഒരു സ്റ്റിക്കി നോട്ട്സ് വാങ്ങിച്ചു. പിന്നെ അമ്മക്കൊരു പെർഫ്യൂം വാങ്ങിച്ചു. ആ സ്മെല്ല് നമുക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ പൊളിച്ചു പോലും ഇല്ല, എന്തൊരു സ്മെല്ലാണ്. അപ്പം അതും വാങ്ങിച്ചു. അപ്പം അങ്ങനെ ഞാൻ ഇതുകൊണ്ടാണ് ഗൈസ് പുറത്തേക്ക് ഇറങ്ങാത്തത്. ഞാൻ പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ എൻ്റെ കയ്യിൽ നിന്ന് പൈസ പോകുന്ന വഴി അറിയില്ല. പക്ഷെ എല്ലാം ആവശ്യമുള്ള സാധനങ്ങളാണ്. കുഴപ്പമില്ല, നമ്മൾ പണിയെടുക്കുന്നത് നമുക്ക് വേണ്ടിയിട്ടാണല്ലോ. ഇറ്റ്സ് ഓക്കെ, കുഴപ്പമില്ല. അപ്പോൾ ഞാനിന്നൊന്ന് ഡ്രസ്സൊക്കെ മാറിയിട്ട് വരാം. ഇനി കാര്യമായിട്ട് പണിയൊന്നുമില്ല, കുറച്ച് പണിയേ ഉള്ളൂ. കാസിയോയുടെ വിൻറ്റേജ് സീരീസിലുള്ളതാണ് ഗൈസ്. സിൽവർ കളർ വാച്ചായിരുന്നു എനിക്ക് വേണ്ടത്. ഒരു ഗോൾഡൻ കളറിൻ്റെ ആയിരുന്നു, റോസ് ഗോൾഡ്, പക്ഷെ അതുണ്ടായില്ല. അപ്പോൾ ഞാൻ അതിൻ്റെ റൗണ്ടായിൽ വൈറ്റിൻ്റെ വാങ്ങിച്ചു. ഇവിടെ ബ്ലാക്കാണ് കുറച്ചുകൂടി എനിക്ക് ഇഷ്ടമായത്, പക്ഷേ ഇട്ടിട്ട് ഭംഗി വൈറ്റ് ആയതുകൊണ്ട് വൈറ്റ് ഇതാണ് ഞാൻ വാങ്ങിച്ചത്. എങ്ങനെയുണ്ട് ഗൈസ്, കമൻറ്റ് ചെയ്യുക ഇഷ്ടപ്പെട്ടോന്ന്. ഈ ഈവനിങ് ടൈമിൽ ഞാൻ എന്തെങ്കിലും വെജിറ്റബിൾ സാലഡ് അല്ലെങ്കിൽ ഉപ്മാവൊക്കെ ഉണ്ടാക്കാറ്. അപ്പോൾ ഇന്നിപ്പോൾ ഒന്നും സമയമില്ല, 8 മണിയായല്ലോ. അപ്പോൾ കുറച്ച് ഫ്രൂട്ട്സ് കഴിച്ച് അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. രാത്രി ഫ്രൂട്ട്സ് കഴിക്കാൻ പാടില്ല പറയും. ഫ്രൂട്ട്സ് നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല, കഴിക്കുന്നുണ്ടെങ്കിൽ 4 o'clock മുന്നേ കഴിക്കുന്നതാണ് നല്ലത് പറയും. അപ്പോൾ ഇനിയിപ്പോൾ വേറെ വഴിയില്ല. അപ്പോൾ ഞാൻ കുറച്ച് കട്ട് ഫ്രൂട്ട്സ് കഴിച്ചിട്ട് ഇന്നത്തെ ഡിന്നർ കഴിച്ച് തീർക്കാൻ വിചാരിച്ചു. നല്ല ഭംഗിയുണ്ടല്ലേ ഗൈസ് എന്നെ കാണാൻ, കണ്ണൊക്കെ. ലിപ്സ്റ്റിക്ക് ഇട്ട് കണ്ടെഴുതി കഴിഞ്ഞാൽ 1 രൂപ, അത് മാറ്റിക്കഴിഞ്ഞാൽ വേറെ 1 രൂപ. ഹൊറിബിൾ അല്ലേ ഗൈസ്. എന്തൊക്കെ തേക്കണം മുഖം ഒന്ന് മെനയാവാൻ. ഓക്കെ, ഹലോ ഗൈസ്. അപ്പോൾ എന്താണെന്നറിയില്ല, എൻ്റെ കണ്ണിൽ എന്തോ പോയി, ഭയങ്കര ചൊറിച്ചിൽ കണ്ണ്. അപ്പോൾ അത്രയേ ഉള്ളൂ ഗൈസ്. ഇനി ജസ്റ്റ് ഞാൻ എന്തെങ്കിലും സീരീസ് കാണും, ഇല്ലെങ്കിൽ കുറച്ച് സമയം എന്തെങ്കിലും വായിക്കും, അങ്ങനെയൊക്കെ ആയിരിക്കും. ഇവിടെ നല്ല തണുക്കാൻ തുടങ്ങി. അപ്പോൾ അത്രയേ ഉള്ളൂ ഗൈസ്. എല്ലാവർക്കും ഈ ഒരു ഡേ ഇൻ മൈ ലൈഫ് ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു. എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ പറയാം. ഇങ്ങനെ തന്നെയാണോ ഡേ ഇൻ മൈ ലൈഫ് എടുക്കേണ്ടത്, അല്ല നിങ്ങൾ എൻ്റെ അടുത്ത് വേറെ എന്തെങ്കിലും എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ടോ, അതൊക്കെ പറയാം. പിന്നെ ഞാൻ ഏതെങ്കിലും പുതിയതായിട്ട് എന്തെങ്കിലും വീഡിയോ ചെയ്യണമെങ്കിൽ അതും പറയാം. അപ്പോൾ അത്രേ ഉള്ളൂ ഗൈസ്. ഹോപ്പ് യു ഓൾ ലൈക്ക് ദ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സോ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ